അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തിൻ മുബാറക്കയിലാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുകയാണ്, ഖുർആനിന്റെ പ്രത്യേകതയാണ് ഖുർആൻ അതിന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കൊണ്ട് വിശദീകരിക്കുമെന്നുള്ളത്. എന്താണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിലാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുകയാണ്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഖുർആൻ ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ പറഞ്ഞു. ഇതിൽ നിന്ന് ഞാനും നിങ്ങളും എന്താണ് മനസ്സിലാക്കേണ്ടത്? ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാത്രി. അത് തന്നെയാണ് അനുഗ്രഹീതമായ രാത്രി. ഈ രാത്രി ഏത് മാസത്തിലാണ്? അത് ശഅബാൻ 15 അത് റമളാനിലാണ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ റമളാനിന്റെ അവസാന 10 ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. റമളാൻ മാസത്തിൽ ധാരാളമായി ഞാനും നിങ്ങളും ഖുർആൻ ഓതേണ്ടവരാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസമായി കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലേതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. പ്രവാചകനെ കൊണ്ട് ദൗറ ചെയ്യിപ്പിക്കുകയാണ്. ഖുർആൻ മുഴുവനായി പ്രവാചകരിൽ നിന്ന് കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ റമദാൻ ഉണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 ദൗറയാണ് പ്രവാചകനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഖുർആൻ മുഴുവനായി 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുകയാണ്. റമദാൻ ഖുർആനോത്തിന്റെ മാസമാണ്, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്, ദൗറ ചെയ്യേണ്ട മാസമാണ്, ഖത്തം തീർക്കേണ്ട മാസമാണ്. സ്വഹാബത്ത് ഖുർആൻ ഖത്തം തീർക്കാനായി മത്സരിച്ചിരുന്നു. ഖുർആൻ ഓതിയ മാസമാണ്. എവിടെയാണ് ഖുർആൻ ഓതാൻ നമുക്ക് നേരമുള്ളത്? എല്ലാവരും റമദാനൊക്കെ ഇങ്ങനെ അടുത്തു വരുമ്പോ കുറെ ഓതണമെന്ന് വിചാരിക്കുകയാണ്, ഖത്തം തീർക്കണമെന്ന് വിചാരിക്കുകയാണ്. നോമ്പ് തുടങ്ങി, ക്ഷീണം തുടങ്ങി, ഒരാഴ്ച കഴിഞ്ഞു, ക്ഷീണം കൂടുതലായി, പള്ളിയിലേക്ക് വരാതെയായി, തറാവീഹ് നമസ്കാരത്തിന് വരാതെയായി, ഖുർആൻ എടുക്കുമ്പോൾ ഉറക്കം തൂങ്ങലായി, റമദാൻ അങ്ങ് തീരുകയാണ്. അവസാനം സങ്കടപ്പെടുകയാണ്, റമദാൻ എത്ര വേഗമാണ് തീർന്നു പോയത് റബ്ബേ, ഒരു ഖത്തം പോലും എനിക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന അവസ്ഥ ഈ റമദാനിൽ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതിക്കോ. ഖുർആൻ ഓതുന്ന വീടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങളൊരു ശ്മശാന തുല്യമാക്കാൻ പാടില്ല, ഖബർസ്ഥാൻ പോലെ ആക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഖബറങ്ങൾ പ്രത്യേകമായ ഖുർആനോത്തില്ല, ഖബറങ്ങൾ പ്രത്യേകമായ ഖത്തം ദുആയില്ല, ഖബറങ്ങൾ പ്രത്യേകമായ ദിക്റുകളില്ല, ഖബറങ്ങൾ പോയിരുന്ന് പ്രത്യേകമായ ഇബാദത്തുകളില്ല. സഹോദരങ്ങളെ, ഖുർആൻ ഖബറങ്ങൾ ഓതാനുള്ളതല്ല, മരിച്ചയിടത്ത് ഓതാനുള്ളതല്ല, മയ്യിത്തിന്റെ സമീപത്ത് ഓതാനുള്ളതല്ല. യാസീനിൽ തന്നെ അല്ലാഹ് പറഞ്ഞില്ലേ, ലിയുൻദിറ മൻ കാന ഹയ്യാ, ഖുർആൻ ജീവനുള്ള ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ്. എത്ര കൃത്യമാണ് ഖുർആനിന്റെ പ്രയോഗം. അപ്പൊ പ്രവാചകൻ പറയുകയാണ്, ഖബർസ്ഥാൻ പോലെ ശൂന്യമായി നിങ്ങളുടെ വീടുകൾ മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണേ. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പോലെയുള്ള അധ്യായങ്ങൾ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അത്തരം സൂറത്തുകൾ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്.
ആ വീട്ടിൽ ശൈത്വാന ശല്യമുണ്ടാവില്ല. അവിടെയാണ് റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങുക. ആ കുടുംബത്തിലാണ് സമാധാനം, ആ കുടുംബത്തിലാണ് ബർക്കത്ത്, ആ വീട്ടിലാണ് സ്വസ്ഥത, ആ വീട്ടിലാണ് മനസ്സമാധാനം. എന്തുകൊണ്ടാ നമ്മുടെ വീട്ടിൽ മനസ്സമാധാനമില്ല? ആകെ ഇടങ്ങേറാണ്, ബേജാറാണ്, ടെൻഷനാണ്, അസ്വസ്ഥതകളാണ്. കാരണം എന്താ? നമ്മുടെ വീടുകളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ല, നമ്മുടെ വീടുകളിൽ നമ്മൾ ദിക്ർ ചൊല്ലുന്നില്ല, നമ്മുടെ വീടുകളിൽ നമ്മൾ ഖുർആൻ ഓതുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന വീടുകളായി എന്റെയും നിങ്ങളുടെയും വീടുകൾ നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ഹർഫ്, ഒരു അക്ഷരം നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അതിൽ അവനൊരു നന്മയുണ്ട്. വല്ല ഹസനതു ബിഅശ്രി അംസാലിഹാ, ആ ഒരു നന്മയാകട്ടെ 10 ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതൊരു ഹർഫാണ്, അക്ഷരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നേരെ മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. ഒരാൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അക്ഷരം അവന് പറഞ്ഞു കഴിഞ്ഞു. ഒരക്ഷരത്തിനൊരു കൂലിയാണ്. അള്ളാഹു അത് 10 ഇരട്ടിയാക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോ 3 ഗുണം 10 സമം 30 കൂലി ആ മനുഷ്യന് കിട്ടിക്കഴിയുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് കൂലി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് റബ്ബിന്റെ കലാം പാരായണം ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. നാളെ പരലോകത്ത് ഈ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് പറയുന്നതാണ്, ശുപാർശ നടത്തുന്നതാണ്. സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വരുമ്പോ നമ്മളെ സഹായിക്കാൻ ആളില്ല, നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ആളില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവര് ഒരാളും നമ്മുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും പ്രയാസത്തിലാണ്. ആ സമയത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വരുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഖുർആൻ ഓതണേ. ആ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തുന്നതാണ്. ഖുർആൻ മാത്രമല്ല, നോമ്പ് വരികയാണ്, അള്ളാന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് നോമ്പ് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവേ, ഈ മനുഷ്യൻ നിനക്ക് വേണ്ടി നോമ്പെടുത്തവനാണ്, പകൽ സമയത്ത് ആഹാര പാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചവനാണ്, വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടവനാണ്. അതുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി ഞാനിതാ നിന്നോട് റെക്കമെൻഡ് ചെയ്യുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പും ഖുർആൻ പാരായണവും അള്ളാന്റെ കോടതിയിൽ വന്ന് ആ മനുഷ്യന് വേണ്ടി ശുപാർശ പറയുമ്പോ നോമ്പിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഈ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വാമ, തീർച്ചയായും ഖുർആൻ പാരായണം നേരായ റൂട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്, യഥാർത്ഥമായ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഖുർആൻ ഇറങ്ങിയ മാസമാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. ആ ഖുർആൻ നിങ്ങൾ ധാരാളമായിട്ട് ഓതണേ. വെറുതെ ഓതിപ്പോയാൽ പോരാ, നമ്മുടെ വീട്ടിൽ അതിൻ്റെ പരിഭാഷകളില്ലേ, അതിൻ്റെ മാന നിങ്ങളൊന്ന് മറിച്ചു നോക്കണേ. ആ ഖുർആൻ നിങ്ങളൊന്ന് വായിക്കണേ. ഖുർആൻ വായിക്കുന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും റബ്ബിനോടല്ലാതെ അവൻ തേടില്ല, അള്ളാഹിനോടല്ലാണ്ട് അവൻ പ്രാർത്ഥിക്കില്ല. നൂറുകണക്കിന് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹിനോട് മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടം ശിർക്കാണ്. ഖുർആൻ ഓതുന്ന ഒരു മുസ്ലിം
ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം ഇല്ല, അവന് മൗലൂദ് ചൊല്ലാൻ കഴിയില്ല. കാരണം എന്താ? ഖുർആൻ തന്നെ പറയുകയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. റമദാനല്ലേ വരുന്നത്, പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടണ്ടേ? ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം അള്ളാഹിനോട് നമുക്ക് ഏറ്റുപറയണ്ടേ? ആരാണ് പാപമോചനം തരുന്നത്? ആരാണ് പൊറുക്കുന്നവൻ? അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നത് അള്ളയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹയല്ലാതെ വേറെ ആരാണുള്ളത്? അതാ ആദം അലൈഹിസ്സലാമിന്റെ പാപമോചന തേട്ടമുണ്ട് ഖുർആനിൽ. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സ്വർഗീയ ലോകത്ത് വെച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോ, ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടപ്പോ, തങ്ങൾക്ക് സംഭവിച്ച അബദ്ധം തിരിച്ചറിഞ്ഞപ്പോ അള്ളാനെ വിളിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, ഹവ്വാ ബീവിയുടെ പ്രാർത്ഥനയാണ്, നമ്മുടെയൊക്കെ വാപ്പാന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി തമ്പുരാനെ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാപ്പയും ഉമ്മയും പാപമോചനം തേടിയത് റബ്ബിനോടാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ വിശ്വാസികൾ, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബേ, ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങളിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ മായ്ച്ചു കളയണേ റബ്ബേ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. ഇത് വിശ്വാസികളുടെ തേട്ടമാണ്. എന്നാൽ ഒരു മുസ്ലിം അതാ മൗലൂദ് ചൊല്ലുമ്പോ എന്താണ് അവൻ പറയുന്നത്? ഇർതകബതു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് ഈ വരികളുടെ അർത്ഥം? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ഇതാ പാപമാകുന്ന വണ്ടിയിൽ കയറി ഞാൻ അങ്ങയെ സമീപിക്കുകയാണ്. ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ ആവലാതി ബോധിപ്പിക്കാനുള്ളത് നബിയെ അങ്ങയോട് തന്നെയാണ്. ഇതിങ്ങനെ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നൊരു മുസ്ലിം അള്ളാന്റെ റസൂലിനോട് പാപമോചനം തേടുകയാണ്. എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തിയ വിശ്വാസികൾ റബ്ബിനോട് പാപമോചനം തേടി, നമ്മുടെ വാപ്പയും ഉമ്മയും അള്ളാഹിനോട് പാപമോചനം തേടി, പാപം പൊറുക്കാൻ അല്ലാഹയല്ലാതെ വേറെ ആരുമില്ലെന്ന് ഖുർആൻ പറയുകയാണ്. ലോകത്തിന്റെ പ്രവാചകൻ ഒരു പാപവും അവിടെ നിന്ന് ചെയ്തിട്ടില്ല. എന്നിട്ടും പാപമോചന പ്രാർത്ഥന നടത്തി നമുക്ക് മാതൃക കാണിച്ചു തന്നു. എന്നാൽ ഒരു മുസ്ലിം അതാ മൗലൂദ് ചൊല്ലുന്ന മുസ്ലിം അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് പാപമോചനം തേടുന്നത്. ഇത് ശിർക്കാണ്. നിങ്ങളൊന്ന് ഖുർആൻ ഓതിയാൽ, അതിന്റെ പരിഭാഷ വാഴിച്ചാൽ, നീ മുജാഹിദാവട്ടെ, സുന്നിയാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, മൗലൂദ് നീ സ്വയം വലിച്ചെറിയുന്നതാണ്. മൗലൂദ് നീ സ്വയം ഒഴിവാക്കുന്നതാണ്. കാരണം എന്താ? നിനക്ക് ബോധ്യമാകും ഇത് ഖുർആൻ പറഞ്ഞതിന് എതിരാണ്, ഇത് ഖുർആൻ പറഞ്ഞതിന് എതിരാണെന്ന് നിനക്ക് സ്വയം ബോധ്യമാകുന്നതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. എത്രയോ ആളുകളാണ് ഖുതുബിയത്ത് ചൊല്ലുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? മുഹദ്ദി ശൈഖിനോടാണ് പറയുന്നത്, വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി أجبته مسرعا من أجل دعوته
فليدع يا عبد القادر محي الدين. മുഹ്ദി ശൈഖിനെ വിളിക്കുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുകയാണ്, ഉത്തരം തരുന്നതാണ്. മാപ്പാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ, മനസാന്നിധ്യത്തോടെ വിളിച്ചാൽ വളരെ വേഗത്തിൽ ശൈഖ് ജീലാനി തങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അതാ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനടുത്തുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ കേവലം 400 വർഷത്തെ പഴക്കം മാത്രമുള്ള ആ കുതുബിയത്തിന്റെ ഏടും വിശുദ്ധ ഖുർആനും രണ്ടും നിങ്ങൾ തുറന്നു വെക്കുക, രണ്ടും നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ബോധ്യം വരികയാണ് ഖുർആൻ പറഞ്ഞതിന് എതിരാണല്ലോ കുതുബിയത്ത്. കുതുബിയത്ത് 400 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാണ്. മുഹ്ദി ശൈഖ് പോലും എഴുതിയതല്ല, മുഹ്ദി ശൈഖ് പോലും അതിന് ഉത്തരവാദിയല്ല. ശൈഖ് ജീലാനി തങ്ങൾ മരണപ്പെട്ട് കാലങ്ങൾക്ക് ശേഷം ശൈഖിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട സാധനമാണ്. ഏത് മുഹ്ദിമാലയാണെങ്കിലും അതുപോലെ തന്നെ കുതുബിയത്തുകളാണെങ്കിലും അതിനൊന്നിനും മുഹ്ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉത്തരവാദിയല്ല. എന്ന് മാത്രമല്ല, മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയുമോ? യാ ഗുലാം, ഇസ്ലാമിന്റെ മക്കളെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് ഇസ്ലാമിന്റെ പുത്ര നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിട്ടുള്ളത്. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അല്ലാഹു അല്ലാത്തവരെ നീ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവൂല എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ പണ്ഡിതനാണ് മഹാനായ ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് മുഹ്ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പഠിപ്പിച്ചതിന് എതിരാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മുഹ്ദി ശൈഖിനോടുള്ള പ്രാർത്ഥനകളാണ് കുതുബിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഒഴിവാക്കി ഖുർആനിലേക്ക് തിരിച്ചു വരണേ. ഇത് റബ്ബിന്റെ കലാമാണ്, അല്ലാഹ് അവതരിപ്പിച്ചതാണ്, മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുക, ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിതം ക്രമീകരിക്കുക. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഈ ഖുർആനിൽ അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ് മുത്തഖീങ്ങളുടെ പ്രത്യേകത. അല്ലദീന, അവർ യാതൊരു കൂട്ടരാണ്, യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, വയുഖീമൂന സ്വലാ, നമസ്കാരമുള്ളവരാണ്, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലും മുൻ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. വബിൽ ആഖിറതിഹും യൂഖിനൂൻ, ആഖിറത്തിന്റെ കാര്യത്തിൽ അവർ ദൃഢവിശ്വാസമുള്ളവരാണ്. പരലോകത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ് മുത്തഖീങ്ങൾ. പരലോകമല്ലേ, നാളെയല്ലേ, അവിടെ ചെന്നിട്ടല്ലേ, അവിടെ വരുമ്പോഴല്ലേ, അന്നേരം നോക്കാമെന്ന് പറയുന്നവരല്ല മുത്തഖീങ്ങൾ. പരലോകമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോ പരലോക ചിന്ത നിലനിർത്തുന്നവരാണ്. ഈ ദുനിയാവ് എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞത്, അദ്ദുനിയാ ഖുലിഖത് ലക്കും, ഈ ദുനിയാവ് അള്ളാഹു പടച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ നിങ്ങളെ അള്ളാഹു പടച്ചത് വഅൻതും ഖുലിഖ്തും ലിൽ ആഖിറ, നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടിയാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫഫ്അലൂ ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമലി വലാ ഹിസാബ്, നിങ്ങൾ പണിയെടുക്കണേ, നിങ്ങൾ അധ്വാനിക്കണേ. നിങ്ങളിപ്പോൾ ഉള്ളത് ദാറുൽ അമലിലാണ്, പ്രവർത്തനത്തിന്റെ ലോകത്താണ്. വലാ ഹിസാബ, ഇവിടെ നിങ്ങൾക്കൊരു വിചാരണയില്ല. എന്നാൽ വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറതി വലാ അമല, നാളെയാകട്ടെ നിങ്ങൾ എവിടെയാണ്? പരലോക വസതിയിലാണ്. അവിടെ പ്രവർത്തിക്കാനുള്ള അവസരമില്ല, അത് വിചാരണയുടെ ലോകമാണ്. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ ആഖിറത്തിൽ
പരലോകത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പണിയെടുക്കേണ്ടത്. പരലോകമുണ്ട്. അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണ്. പരലോക വിചാരണയുടെ കോടതിയിൽ നിൽക്കുമ്പോ, അള്ളാന്റെ മുന്നിൽ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോ, അതാ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, വറഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അള്ളാന്റെ ശിക്ഷ ഇങ്ങനെ നേർക്കുനേരെ നോക്കിക്കാണുമ്പോ ബന്ധങ്ങളെല്ലാം മറ്റുപോവുകയാണ്. എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോവുകയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള, സഹോദരങ്ങൾ തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, ഉസ്താദുമാരും ശിഷ്യന്മാരും നേതാക്കന്മാരും അനുയായികളും ഏതെല്ലാം പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാ പാർട്ടി ബന്ധങ്ങളും മറ്റുപോവുകയാണ്. അവിടെ നിങ്ങളെ സഹായിക്കാൻ ആളില്ല, നിങ്ങളെ വക്കാലത്ത് പിടിക്കാൻ ആളില്ല. ഒരു ശൈഖും നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുക്കില്ല. ഒരു ത്വരീഖത്തിന്റെ ഉസ്താദുമാരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഏതെങ്കിലും ഒരു ശൈഖിന്റെ കെയർ ഓഫിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? CM മടവൂരിനെ വിളിച്ചാല് നാളെ പരലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ആ മനുഷ്യൻ വരുമെന്ന് നിങ്ങൾ കരുതിയോ? അല്ലാഹ് പറയുകയാണ്, എല്ലാ ബന്ധങ്ങളും അങ്ങ് അറ്റുപോവുകയാണ്. ഇദ് തബറ അല്ലദീന തുബിഉ من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا. നേതാക്കന്മാര് അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഉസ്താദുമാർ ഒഴിഞ്ഞു മാറുകയാണ്. സംഘടനാ നേതൃത്വം ഒഴിഞ്ഞു മാറുകയാണ്. ത്വരീഖത്തിന്റെ ശൈഖുമാര് ഒഴിഞ്ഞു മാറുകയാണ്. എല്ലാവരും കാലുവാരുകയാണ്. എല്ലാവരും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. പാവം അനുയായികൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ്. അള്ളാഹിനോട് പറയുകയാണ്, റബ്ബേ ഒരു ചാൻസ് കൂടി ഞങ്ങൾക്ക് തരണേ അല്ലാ, ദുനിയാവിലേക്കൊന്ന് മടക്കി അയക്കണേ അല്ലാ. ഇന്ന് ഈ നേതാക്കന്മാര് ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ് റബ്ബേ എന്ന് അവിടെ നിന്നുകൊണ്ട് അവരതാ സങ്കടം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കോ, പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാകുന്നതല്ല. ഒരു സംഘടനയില്ല, ഒരു പാർട്ടിയില്ല, ഒരു ഉസ്താദില്ല, ഒരു നേതാവില്ല, മാതാപിതാക്കളില്ല, മക്കളില്ല, നിന്റെ ഭർത്താവില്ല, നിന്റെ കൂടെ ഇന്നലെ വരെ കിടപ്പറ പങ്കിട്ട നിന്റെ സഹധർമ്മിണിയില്ല. നിനക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ട് നീ ആറ്റുനോട്ടി വളർത്തിക്കൊണ്ടുവന്ന നിന്റെ മക്കളില്ല. ഏത് പാതിരാക്ക് നീ വിളിച്ചാലും ഓടി വരുന്ന നിന്റെ ചങ്ങാതിമാരില്ല. ആരും സഹായിക്കാനില്ലാത്തൊരു ലോകമാണ്. അള്ളാന്റെ മുന്നിൽ നിങ്ങൾ ഒറ്റക്കാണ് വരുന്നത്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്ക് വരികയാണ്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരാളില്ല. അല്ലാ തസിറു വാസിറത്തും വിസറ ഉഖറ. പാപം പേറുന്നൊരു മനുഷ്യന്റെ പാപം പേറാൻ ഒരാളും തയ്യാറില്ല. ഇങ്ങനെ ഒരു പരലോകമുണ്ട്. അവിടെ കിതാബ് നൽകിയിട്ടുള്ള ഒരു വിചാരണയുണ്ട്. അതുപോലെ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന മീസാനുണ്ട്. അതുപോലെ അവിടെ സിറാത്തുണ്ട്. അതുപോലെ അവിടെ നരകമുണ്ട്. അതിന്റെ അപ്പുറം ഒരു സ്വർഗമുണ്ട്. ഇങ്ങനെ ആഖിറത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അതാ മുത്തഖീങ്ങളെന്ന് ഖുർആൻ ഓതിത്തരികയാണ്. ഇതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിലേ നമ്മൾ മുത്തഖിയാവുള്ളൂ. മുത്തഖിയായില്ലെങ്കിലോ നമ്മുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, നമ്മുടെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നമ്മുടെ ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു കബൂലാക്കുക. അതുകൊണ്ട് ഇതാണ് മുത്തഖീങ്ങളുടെ ക്വാളിറ്റി. ഈ പറഞ്ഞതൊക്കെ അവർക്കുണ്ടാവും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഹുദയിലാണ്, മാർഗദർശനത്തിലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അക്കൂട്ടരാണ് വിജയികൾ. അഥവാ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവർ അവരാണ് മുത്തഖീങ്ങൾ. വിജയിച്ചവർ അവരാണ് മുത്തഖീങ്ങൾ. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ മുത്തഖീങ്ങളായി മാറാൻ വേണ്ടിയാണ് റമളാൻ. അല്ലാണ്ട് ഞാൻ ഇത്ര ആളുകളെ നോമ്പുറപ്പിച്ചു, ഞാൻ പള്ളിക്കൽ ഇത്ര പൈസ കൊടുത്തു, ഞാനാണ് ഏറ്റവും വലിയ പോത്തിനെ വാങ്ങി അറുത്തിട്ട് നോമ്പുറ നടത്തിയത്, എൻ്റെ നോമ്പുറക്കായിരുന്നു പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടായത്, ഞാൻ കൊടുത്ത സമൂസയും കട്ട്ലറ്റ് ആയിരുന്നു ഏറ്റവും ടോപ്പ്. നോമ്പ് അതിനല്ല, വാശിയും വൈരാഗം കാണിക്കാനും ആളെ കാണിക്കാനൊന്നുമല്ല. പിന്നെയോ റമളാനിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുത്തഖിയായേ മതിയാകൂ.
മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവരാണ്. ഇല്ലെങ്കിൽ സഹോദര സഹോദരി, നിന്റെ നോമ്പ് വെറുതെയായി, നമസ്കാരം വെറുതെയായി, സക്കാത്ത് വെറുതെയായി, ഹജ്ജും ഉംറയൊക്കെ പോവും. തഖ്വയില്ലാത്തവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ കബൂലാക്കില്ല. തഖ്വയുള്ളവനിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. അപ്പൊ റമദാനിൽ ഒരു മാസക്കാലം ജീവിക്കുമ്പോൾ നാം നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ ഒന്നാമത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. അപ്പൊ ആദ്യം നമ്മുടെ വിശ്വാസം ശരിയാക്കണം. ആ വിശ്വാസത്തിന്മേൽ നാം എന്ത് ചെയ്യണം? കർമ്മങ്ങൾ പടുത്തുയർത്തണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ കർമ്മ മേഖലകൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നാളെ പരലോകത്ത് അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. വെറുതെ കുറെ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ കുറെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമുണ്ടാകണം. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മൾ ജീവിതം ക്രമീകരിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞ റമദാനിൽ വരെ ഞങ്ങളോടൊപ്പം നോമ്പുതുറയിൽ പങ്കെടുത്ത റമദാനിൽ ജീവിച്ച ഒരുപാട് സഹോദരി സഹോദരന്മാര് അള്ളാഹുവേ, പലരും ഖബറിലാണ്, ബർസഖിലാണ്. അവരുടെ ബർസഖ് നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ ബർസഖ് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അവരുടെ ബർസഖിലേക്ക് നീ സ്വർഗത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് അവരുടെ ബർസഖിൽ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അനവധി ആളുകൾ, വീടുകളിലും ഹോസ്പിറ്റലിലുമായി കഴിച്ചുകൂട്ടുന്നവർ, കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള സഹോദരി സഹോദരന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരായ ആളുകൾ, അവരുടെ രോഗങ്ങൾക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അവർക്ക് നീ ആഫിയത്തിനെ പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ ദീൻ പഠിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസ കർമ്മ മേഖലകൾ ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ ഇതാ ഞങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. മുത്തഖീങ്ങളായി മാറാൻ ഈ റമദാനിലൂടെ ഞങ്ങൾക്ക് സാധിക്കണേ അല്ലാ. ഒരുപാട് ഇബാദത്തുകളിൽ മുഴുകാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, നമസ്കാരമുള്ള, സക്കാത്ത് കൊടുക്കുന്ന, നോമ്പെടുക്കുന്ന, ഇബാദത്തുകളിൽ ധാരാളമായി മുഴുകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, നിന്റെ ദീനിന്റെ നല്ലവരായ ആളുകളിൽ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ നല്ലവരായ ദാസീദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിന്റെ പകൽ സമയത്ത് നോമ്പെടുക്കാനുള്ള താക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രാത്രി സുദീർഘമായി തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണേ അല്ലാ. കടലിൽ പോയി പണിയെടുക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരാഴ്ചയോളമായി വളരെയേറെ പ്രയാസത്തിലാണ്. പണി കുറവാണ്, മീൻ കുറവാണ്. ഞങ്ങളെ സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾക്ക് നീ ജോലി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ കൂലി നൽകണേ അല്ലാ. ജോലി എടുക്കാനുള്ള താക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കടബാധ്യതകൾ, ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് വലയുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നന്മയിൽ നീ ഒന്നിപ്പിക്കണേ അല്ലാ. ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നിന്നെ കൊണ്ട് മാത്രം സത്യം ചെയ്യുന്ന, നിന്നിൽ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, നിന്നിൽ മാത്രം കാര്യങ്ങൾ വരമേൽപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദിന്റെ ആളുകളിൽ, മുവഹിദുകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന, ആ പ്രവാചകന്റെ സുന്നത്തിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന, ആ പ്രവാചകൻ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്ന, അങ്ങനെ അല്ലാഹുവേ, നാളെ നിന്റെ പരലോകത്ത് നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായി ഒത്തുചേരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. പാപമുക്തമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, സകല നിറകേടുകളിൽ നിന്ന്, അശ്ലീലത്തരങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഹീദിന്റെ സുന്നത്തിന്റെ സുന്ദരമായ പാന്താവിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഇന്നലെ വരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും മനസ്സ് തുറന്ന് നിന്നോട് ഏറ്റുപറയുന്ന, തൗബ ചെയ്യുന്ന യഥാർത്ഥമായ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇന്ന് മുതൽ ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകുന്ന, നന്മകൾ വാരിക്കൂട്ടുന്ന നന്മയുടെ ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിനെ കുറിച്ച് വിശദീകരിക്കാനായി ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ഞങ്ങളുടെ സംഘാടകര്, ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി ശാരീരികമായി പ്രയത്നിച്ചവര്, ഇതിന്റെ നോട്ടീസ് വിതരണം ചെയ്തവര്, പോസ്റ്റർ ഒട്ടിച്ചവര്, ഇതിനോട് സഹകരിച്ച നല്ലവരായ നാട്ടുകാര്, ഇവിടെ സംസാരിച്ചവര്, കേൾക്കാൻ എത്തിച്ചേർന്നവർ, ഇത്രയും നേരം ഈ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ഈ ശബ്ദം ശ്രവിച്ച ഞങ്ങളുടെ സഹോദരി സഹോദരന്മാര്, പരിസരത്തുള്ള വീടുകളിലിരുന്ന് ഈ ശബ്ദം വീക്ഷിച്ചവരായ ആളുകൾ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ പ്രോഗ്രാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ നിന്റെ പരലോകത്ത് ഭൂമി വർത്തമാനം പറയുന്ന ദിവസത്തിൽ ഈ മണ്ണ്, ഈ പറമ്പ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കി തരണേ അല്ലാ. ഇനിയും നിന്റെ ദീൻ പഠിക്കാനും, ദീനിനെ സ്നേഹിക്കാനും, ദീനിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും, ആ മാർഗത്തിലേക്ക് കുടുംബത്തെ ചേർത്ത് പിടിക്കാനും, ആ മാർഗത്തിലായി മരിക്കാനും, നാളെ അല്ലാഹുവേ നിന്റെ പരലോകത്ത് കുടുംബസഹിതം ഫാമിലി അടക്കം സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആകാശഭൂമികളോളം അതിവിശാലമായ സ്വർഗീയ ആരാമത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള, ചാട്ടവാറ് വെക്കാനുള്ള ഒരു ഇടമെങ്കിലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. നരകത്തിന് ഞങ്ങളുടെ ശരീരത്തെ നീ ഹറാമാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا
واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.